ഹലോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു ക്വിക്ക് ഡിന്നറാണ് കാണിക്കുന്നത്. ചോറും കറിയൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ലല്ലോ, രാത്രി ഓഫീസ് കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിലൊരു എഗ് ബോയിലർ ഉണ്ട് എന്ന്. അപ്പോൾ ആ എഗ് ബോയിലറാണിത്. ഇതിൽ ഒരു പോച്ച്ഡ് എഗ്ഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രേ ഉണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഇഡ്ഡലിയും കോക്കനട്ട് ചട്നി ആക്കാമെന്നാണ് വിചാരിച്ചത്. ഇത് കണ്ടോ, ഈ ട്രേ ആണ്. ഈ ട്രേയിലാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ബാറ്റർ ഞാൻ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഈ ബാറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഒന്നും ചെയ്യേണ്ട, ഇത് ഡയറക്റ്റ് ഒഴിച്ചാൽ മതി. ഇതിൽ മിക്സ് ഉപ്പിടൊന്നും വേണ്ട. അളവ് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഈ പറയുന്ന പോലെ നെകക്കനെ ഒഴിക്കരുത്, ബാറ്റർ ഇത്രേ ഒഴിക്കാവുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എനിക്ക് കറക്റ്റായിട്ട് നല്ല പോലെ കിട്ടാറുണ്ട്. ഇന്ന് അത്ര നന്നായില്ല. പിന്നെ ഇതാണ് ഈ പറയുന്ന കോക്കനട്ട് ചട്നിയുടെ ഈ മിക്സ് എന്ന് പറയുന്നത് എനിക്ക് ഇത്തവണ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഫ്രീ കിട്ടിയതാണ് സാധനങ്ങൾ വാങ്ങിയപ്പം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ആ കറി തന്നെ ഉണ്ടാക്കാമെന്ന്. ഞാൻ ഇതും അതുപോലെ തന്നെ അതിലെന്താണോ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ശരിക്കും ഈ കംപ്ലീറ്റ് മിക്സിലേക്ക് 40 ഗ്രാം എങ്ങാണ്ടാന്ന് തോന്നുന്നു ഒരു നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ചൂടുവെള്ളം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനിത് തിളപ്പിച്ച വെള്ളമാണ്. ഇപ്പോൾ കുറച്ച് തണുത്തിട്ടുണ്ട്. അതാണ് ഞാൻ അവർ പറഞ്ഞ അത്രയും അളവിൽ അതിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കുന്നത്. ഇതിലും അതേപോലെ തന്നെ ഉപ്പോ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് വെള്ളം. അവരത്രേ പറഞ്ഞിട്ടുള്ളൂ, തിളപ്പിക്കാനും പറഞ്ഞിട്ടില്ല. 4-5 മിനിറ്റ് മൂടി വയ്ക്കാനാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി ഒരു ട്രേ അല്ലേ ഇപ്പോൾ ചെയ്തത്, ഒന്നും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അത്രയും സമയം ഞാൻ മൂടി വെച്ചു. കുഴപ്പമില്ലാതെ കിട്ടി എനിക്ക്. ടേസ്റ്റ് എനിക്ക് അത്രയും അങ്ങോട്ട് നമ്മുടെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. ഈ എഗ് ബോയിലർ ഇല്ലേ, അത് വാങ്ങണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു നല്ല സാധനമാണ്. നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം, എഗ് ബോയിൽ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവിയിൽ വേവിക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഈ ഞാൻ ഫസ്റ്റ് ട്രെയിൽ വെച്ചിട്ടുള്ള 4 റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇത്തവണ എനിക്ക് ഇതിന് മുന്നേ ഞാൻ കാണിച്ച ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് ആ ട്രെയിൽ നിന്ന് അടർന്നു വന്നു. എനിക്ക് തോന്നുന്നു എണ്ണ ഇടണോ എന്ന് ഡൗട്ടുണ്ട്. ഞാൻ എണ്ണ ഇടാറില്ല ഇതിൽ ബാറ്റർ ഒഴിക്കുമ്പം. പക്ഷേ ഇത് കുറച്ച് ഒന്നും കൂടി വേവിക്കാത്തതിൻ്റെയാണോ, പക്ഷേ വേവൊക്കെ പാകമായിരുന്നു, കഴിച്ചപ്പോൾ പാകമായിരുന്നു. എന്നാലും ഒന്ന് അടർന്നു വരാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ അടുത്തതും കൂടി ഒഴിച്ചിട്ട് ഞാൻ വെച്ചു. ഞാനിതിൻ്റെ കൂടെ ചിക്കൻ കറിയൊക്കെ കൂട്ടുകയാണെങ്കിൽ ഞാനിത് മുഴുവനായിട്ട് കഴിക്കാറുണ്ട്. പക്ഷേ ഈ കറി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത കാരണം ഞാൻ കുറച്ച് നാളെ രാവിലത്തേക്ക് ഒരു 3 ബാക്കി വെച്ചു. ഇത് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കിയത്. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ശരിക്കും അതിലായിട്ട് നന്നായി സെറ്റായി. ഞാനൊന്ന് ഉപ്പ് നോക്കിയതായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ കാലം മുന്നേ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാപ്പിപ്പൊടിയാണ്. ആ കാപ്പിപ്പൊടി ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ആ പൊടിയിൽ എന്തൊക്കെയോ മസാലകളൊക്കെ സ്പൈസസ് പൊടിച്ചിടും. കാപ്പിക്കുരു പൊടിച്ചത് വാങ്ങിയിട്ട് അതിനുള്ളിൽ. അപ്പോൾ എനിക്കത് മസാലയുടെ ടേസ്റ്റ് ഉണ്ടെന്നില്ല, എന്നാലും എനിക്ക് ആ പൊടി ഇഷ്ടമാണ്. പക്ഷേ ഇത്രയും കാലം അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പഞ്ചസാര പൊതുവേ ഞാൻ കഴിക്കുന്നത് കുറവാണ്. മധുരമുള്ള സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ചായയിൽ പക്ഷെ ഞാൻ നല്ല പോലെ മധുരമിട്ട് കഴിക്കും. നല്ല കാപ്പിയായിരുന്നു. വേറെ എവിടെയും എനിക്ക് ആ ടേസ്റ്റ് കിട്ടാറില്ല ഈ കാപ്പി. അപ്പോഴത്തേക്കും സെക്കൻഡ് ട്രേ റെഡിയായി. അതും ചട്നിയും കൂട്ടിയിട്ട് അങ്ങനെ ഞാൻ ഇന്നത്തെ ഇത്രയും ഞാൻ കഴിച്ചില്ല കേട്ടോ. രാത്രിത്തെ ഡിന്നറിനുള്ളതൊക്കെ ഓക്കെയാണ്. അപ്പം ശരി, താങ്ക് യു.